നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായ ദിലീപ് സിനിമാ സംഘടനകളിൽ സജീവമാകും. താരസംഘടനയായ അമ്മയിലടക്കം ദിലീപ് തിരിച്ചെത്തും. നടിയെ ആക്രമിച്ച കേസ് വരുമ്പോൾ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളിൽ അഞ്ചാമനായിരുന്നുവെങ്കിലും സിനിമയ്ക്കുള്ളിലെ സ്വാധീനത്തിൽ മെഗാസ്റ്റാറുകളെക്കാളും കരുത്തനായിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയെയും വിതരണക്കാരെയും തിയേറ്റർ ഉടമകളെയും എല്ലാം നിയന്ത്രിച്ചത് ദിലീപായിരുന്നു. താരസംഘടനയായ അമ്മയിലും ദിലീപായിരുന്നു അന്തിമ വാക്ക്. ഇതേ സാഹചര്യം വീണ്ടും ഉണ്ടാകും. സൂപ്പർ താര ചിത്രങ്ങൾ തിയേറ്ററുകളിൽ പരാജയപ്പെടുമ്പോഴും തന്റെ ജനപ്രീതിയിലൂടെ തിയേറ്ററുകളിൽ ആളെ നിറച്ചിരുന്നു ദിലീപ്. അങ്ങനെ ജനപ്രിയ നായകനുമായി. മിമിക്രി താരം, സ്റ്റേജ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ നിന്ന് വളർന്ന് നിർമ്മാതാവ്, വിതരണക്കാരൻ, തിയേറ്റർ ഉടമ, ഹോട്ടൽ സംരംഭകൻ, ചലച്ചിത്ര സംഘടനകളുടെ ഭാരവാഹി എന്നിങ്ങനെ വളർന്ന ആലുവക്കാരനാണ് ദിലീപ്. ഇത്തരത്തിൽ വീണ്ടും ബിസിനസ്സിൽ സജീവമാകും. കേസിൽപ്പെട്ട ശേഷം ദിലീപ് ചിത്രങ്ങളിൽ രാമലീല ഒഴികെ ഒന്നുപോലും തിയേറ്ററിൽ വിജയിച്ചില്ല. ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയ ദിവസം മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തത് രാമലീലയാണ്. ഇനി ദിലീപ് ലീല മലയാള സിനിമയിൽ വീണ്ടും ഉണ്ടാകുമെന്നാണ് ചലച്ചിത്ര പ്രവർത്തകരുടെ വിലയിരുത്തൽ. താരസംഘടനയായ അമ്മയിൽ നിന്നും മോഹൻലാലും മമ്മൂട്ടിയും പിന്മാറിക്കഴിഞ്ഞു. പൃഥ്വിരാജിനെ പോലുള്ളവരും ആ സംഘടനയെ ശ്രദ്ധിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ അമ്മയ്ക്ക് ശക്തമായ നേതൃത്വം ഒരുക്കാൻ ദിലീപിന് കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഈ വർഷം അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. വാശിയേറിയ മത്സരത്തിൽ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ഭാരവാഹികളായി. ഈ ഭരണസമിതിക്ക് ശേഷം ദിലീപിന്റെ പിന്തുണയിൽ പുതിയ നേതൃത്വം അമ്മയിലെത്തുമെന്ന് സിനിമാക്കാർ പറയുന്നു. ഫെഫ്കയിലും ദിലീപ് തിരിച്ചെത്തും. അങ്ങനെ സിനിമയിൽ വീണ്ടും ദിലീപ് കാലം വരുമെന്നാണ് പ്രതീക്ഷ. ദിലീപ് കുറ്റക്കാരനല്ലെന്നാണ് വിചാരണ കോടതി കണ്ടെത്തിയിരിക്കുന്നതെങ്കിലും പ്രോസിക്യൂഷന്റെയും അതിജീവിതയുടെയും പോരാട്ടം അവസാനിക്കുന്നില്ല. കുറ്റക്കാരനായി കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷ വിധിച്ച ശേഷം 12-ന് ഉത്തരവ് പുറത്തുവരൂ. അതിനുശേഷമേ എന്തെല്ലാം കാരണങ്ങളാലാണ് ദിലീപിന്റെ പേരിൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ലെന്ന് വിചാരണ കോടതി കണ്ടെത്തിയതെന്ന് വ്യക്തമാകൂ. ഇതിനുശേഷമായിരിക്കും സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുക. ദിലീപിനെ കേസുമായി ബന്ധിപ്പിക്കുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ടെന്ന ശക്തമായ വാദമായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. എന്നാൽ ഇതൊന്നും ദിലീപിനെ ഗൂഢാലോചനയുമായി ബന്ധിപ്പിക്കാൻ പര്യാപ്തമല്ലെന്ന് വിചാരണ കോടതി കണ്ടെത്തിയെന്നാണ് വിലയിരുത്തൽ. ദിലീപിനെ കേസുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ വ്യക്തമാക്കി 1512 പേജുള്ള വിശദീകരണ പത്രികയായിരുന്നു പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ നൽകിയത്. മേൽക്കോടതികളിൽ വിഷയമെത്തുമ്പോൾ ദിലീപ് രേഖാമൂലം മറുപടി നൽകേണ്ടി വരുമെന്നും ചൂണ്ടിക്കാണിക്കുന്നു. പൾസർ സുനിയെ അറിയില്ല എന്ന നിലപാടായിരുന്നു ദിലീപ് കേസിന്റെ തുടക്കം മുതൽ സ്വീകരിച്ചത്. അത് തള്ളുന്ന വാദങ്ങളായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. കേസിന്റെ തുടക്കത്തിൽ അതിജീവിതയുടെ സഹോദരൻ നൽകിയ മൊഴിയിൽ തന്നെ കേസിൽ ദിലീപിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന സൂചനകളുണ്ടായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ രേഖകളിൽ പറയുന്നത്.